ഹലോ വ്യൂസ്, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. ആ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. യെസ്, ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ്. ഇതെല്ലാം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ. എല്ലാം പച്ചപ്പ് കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആ കാണുന്നതെല്ലാം ഏതൊരു റിസോർട്ടാണ് കേട്ടോ. കാഴ്ച കണ്ട് ആസ്വദിച്ചതേ ഞങ്ങളുടെ റിസോർട്ടിലേക്കുള്ള വഴിയെത്തി. ഫുൾ ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് ഫുൾ പച്ചപ്പും അതുപോലെ തന്നെ നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. ഈ കാണുന്നതെല്ലാം ഓരോ റിസോർട്ടുകളാണ് കേട്ടോ. ഞങ്ങൾ റിസോർട്ട് ഇതായി മുകളിലാണ്. അങ്ങോട്ടുള്ള വഴികളെല്ലാം കുറച്ചൊരു അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ, എന്നാലും നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ എത്തിയതും ആദ്യമായത് ഞങ്ങൾക്കിതൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. അങ്ങനെ റിസോർട്ടിലേക്ക് ഇതിൽ ആദ്യ പടിയുന്ന രീതിയിൽ വെൽക്കം ഡ്രിങ്ക് ആസ്വദിച്ച് ഞാനും ഒപ്പം കൂടെ കുടിച്ചു. പിന്നെ ചെക്ക് ഇൻ ചെയ്തു, ലഗേജൊക്കെ എടുത്തിന് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഡോമായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്ത റിസോർട്ട്. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു വെറൈറ്റി നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ സോ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് അവിടുത്തെ വ്യൂ ആയിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. എവിടേക്ക് നോക്കിയാലും ചുറ്റും മലനിരകളും പച്ചപ്പും വേറൊരു ലോകം തന്നെയായിരുന്നു അത്. അപ്പുദേ വളരെ ഹാപ്പിയാണ്, ഒപ്പം ഞാനും. ഇവിടേക്ക് വരണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൽ ഞാൻ സോ ഹാപ്പിയാണ്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, അതെൻ്റെ അപ്പുവാണ്. യാത്ര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടമാണ്, അതും വെറൈറ്റി ആയിട്ട്. അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻഡ് റൂംസ് ആൻഡ് ബാത്റൂം ആയിരുന്നു കേട്ടോ. എനിക്ക് എവിടെ പോയാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത് ബാത്റൂമിനോടായിരുന്നു, പക്ഷേ ഇവിടെ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേ കർട്ടനൊക്കെ മാറ്റി അവിടേക്കുള്ള വ്യൂ നോക്കി സന്തോഷം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ. ആ ഒരു ലൈഫ് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് ഒരുപാട് നേരം ഇതേപോലെ സ്പെൻഡ് ചെയ്ത് അടിച്ചു പൊളിക്കാം. അവിടെ ഞങ്ങളുടെ റിസോർട്ടിന് അടുത്തായിട്ട് ഒരുപാട് ഡോമും അതുപോലെ തന്നെ പുല്ലുമേഞ്ഞ റിസോർട്ടുകളും ഒക്കെ ഒരു വെറൈറ്റി ടൈപ്പ് റിസോർട്ടുകളായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ഈവനിങ് 6 മണി ആവാറായി. അപ്പോഴേക്കും ഇതേ ചായ വന്നു. ചായ മാത്രമല്ല, സ്നാക്സും ഉണ്ട്, നല്ല പക്വടയുണ്ട്, മുട്ട ചിക്കി ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട ഐറ്റം നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. പുറത്തേക്കുള്ള വ്യൂ നോക്കി ഇങ്ങനെ ചായ കുടിച്ചിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും അവിടെയുള്ള വ്യൂ ആകെ മാറി. പിന്നെ കാണാൻ തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളി വ്യൂ ഉള്ളൊരു റിസോർട്ടിൽ ഞാൻ താമസിക്കുന്നത്. അതിനേക്കാൾ രസം അപ്പോൾ ഇതേ അവിടെ കുഞ്ഞു കുട്ടികൾക്ക് ആടാൻ വേണ്ടി വെച്ച ടോയ്സിലൊക്കെ കയറി ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ ഇൻഫിനിറ്റി പൂളായിരുന്നു. അടിപൊളി പൂളായിരുന്നു കേട്ടോ. ഇതേ അവിടേക്കുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും സെറ്റിങ്സും ഒക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. മാത്രമല്ല പൂളിൻ്റെ സെൻറ്ററിലോട്ട് നമുക്കൊരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എവിടെയും കാണാത്തൊരു വെറൈറ്റി തന്നെയായിരുന്നു. അപ്പോൾ ഇതേ ചാടി നീന്തി തിമർത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈ റേഞ്ച് ആയതുകൊണ്ട് ഊട്ടിയിലൊക്കെ പോയതുപോലെയായിരുന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ, നല്ല കോട ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെ നേരെ പൂളിലെ ചാട്ടം കഴിഞ്ഞ് പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. പിന്നെ അങ്ങനെ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ കാണുന്നത് ഈ മോർണിങ്ങിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. കോട ഇങ്ങനെ ഇറങ്ങി വന്ന ഗ്ലാസ്സിലൊക്കെ മഞ്ഞുതുള്ളി ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങാൻ കിടന്നതുകൊണ്ട് അപ്പുതേ നല്ല ഉറക്കത്തിലാണ് കേട്ടോ, എഴുന്നേറ്റിട്ടേ ഇല്ല. ഞാൻ പതിയെ പോയി അടുപ്പിൻ്റെ അടുത്ത് പോയിട്ട് അപ്പനെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എഴുന്നേൽക്കുന്നേ ഇല്ല. എന്തായാലും ഞങ്ങളുടെ ലൈഫിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ റിസോർട്ടും ആംബിയൻസും എല്ലാം. അങ്ങനെ അപ്പോൾ എഴുന്നേറ്റ് നേരെ ഞങ്ങൾ കോഫി ഉണ്ടാക്കിയതേ പുറത്തിരുന്ന് കുടിക്കുകയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു 1 ഡേ റിസോർട്ടാണ് കേട്ടോ ഇത്. ഒരിക്കൽ കൂടി എന്തായാലും വരണമെന്ന് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായിക്കോട്ടെ ഫോട്ടോഷൂട്ടിനായിക്കോട്ടെ അതിനെല്ലാം പറ്റിയ നല്ലൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഇത്. ഞങ്ങളും ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ദിസ് ഈസ് ആദി സ്റ്റോറി ബുക്ക്. ബൈ.